മനുപ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. മനുപ്രസാദ്, എന്തായാലും ഇനിയുള്ള കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചും പ്രതീക്ഷയാണെങ്കിലും നിരാശയാണെങ്കിലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒട്ടും നിരാശരാകാതെ അല്ലെങ്കിൽ ഒട്ടും സമയം കളയാതെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. നിലവിലെ ഈ ഒരു വിജയ കണക്കിൽ എന്ത് പ്രതീക്ഷയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് മുന്നിലേക്ക് നൽകുന്നത്? തിരുവനന്തപുരം അല്ലെങ്കിൽ പാലക്കാട് ഇങ്ങനെയുള്ള ചില പോക്കറ്റുകൾക്ക് അപ്പുറമുള്ളൊരു ഒരു വളർച്ച പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും കോഴിക്കോട്, കാസർഗോഡ്, പാറശാലയിൽ നിന്ന് തുടങ്ങിയ പാറശാല ടൗൺ വാർഡ്, നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും BJPക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ വിജയത്തിലേക്ക് മാറുന്ന സമയത്ത് അത് ചർച്ചയാകുന്നു എന്ന് മാത്രമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും, കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ ഞങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ ചില സെറ്റ് ബാക്ക് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിശ്രമമില്ലാതെ പരിശ്രമത്തോടുകൂടി ഞങ്ങൾ ജോലി ചെയ്താൽ അതിൽ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. എല്ലാ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പോലും ഒരു മടിയുമില്ലാതെ നാളെ വിജയിക്കും എന്ന പ്രതീക്ഷയോടുകൂടി പരിശ്രമിച്ചവരാണ്, വിജയത്തിന് വേണ്ടി പൊരുതിയവരാണ്, വർക്ക് ചെയ്തവരാണ് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ പ്രവർത്തകർ. ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു ഭരണവും ഉണ്ടാവില്ല, വോട്ട് പോലും ചെയ്യുമോ എന്നറിയാതെ ജനങ്ങളെ കാണാൻ പോയവരാണ്, മത്സരിക്കാൻ തയ്യാറാണ്. ഒരു കാര്യം, ഞങ്ങൾ വലിയ മുന്നേറ്റത്തിലാണ്. ഇനി എന്തായാലും മേയർ ആരാകുമെന്നതൊരു കൗതുകമുള്ള ചോദ്യമാണ്. 3 ദിവസം മുമ്പ് ശ്രീലേഖ ആറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നത് രാഷ്ട്രീയം തന്ത്രാധിഷ്ഠിതമാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കാലം എനിക്ക് മുന്നിൽ മറ്റൊരു പുതിയ ലോകമാണ് തുറന്നു കിട്ടിയത്. അണമുറിയാത്ത സ്നേഹത്തിനും പിന്തുണയ്ക്കും ലഭിച്ചു. എല്ലാ സമ്മതിദായകർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി എന്നതാണ്. അതായത് തന്ത്രാധിഷ്ഠിതമാണ് എന്നത് തന്നെയാണ്. അപ്പോൾ ഒരു മേയറെ തിരഞ്ഞെടുക്കുന്നതിലും രാഷ്ട്രീയപരമായൊരു തന്ത്രം ഉണ്ട്. ശ്രീലേഖയിലേക്ക് ഇപ്പോൾ മനുവിന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതികരണം എന്നത് ഒരു സ്പെക്കുലേഷൻ ഉണ്ടാക്കാൻ അനുവദിക്കുന്നതല്ല, പാർട്ടി തീരുമാനിക്കുമെന്നാണ്. എങ്കിലും മേയർ ശ്രീലേഖ മേയർ സ്ഥാനത്തേക്ക് എന്നത് നിങ്ങളുടെ പറയാതെ പറഞ്ഞുള്ള ഒരു പ്രചാരണ തന്ത്രം കൂടിയായിരുന്നില്ലേ? അപ്പോൾ അത് യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നോ? പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് വായിച്ചെന്നുള്ള എനിക്കറിയില്ല. പാർട്ടി അതിൽ തീരുമാനം എടുക്കുമ്പോഴാണ് മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ സാധിക്കുക. 2 പാർട്ടിയുടെ നയങ്ങൾ, പാർട്ടി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് നടപ്പിലാക്കും. അതിന് മേയർ ആരായാലും അത് നടപ്പിലാക്കുന്നവരായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അങ്ങ് സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് ഉറങ്ങിയിരിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോയി പറ്റും. പിന്നെ ഇവിടെ ഒരു ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞു. കോൺഗ്രസ് വളരെ വിജയിച്ചു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു 10 വർഷത്തെ 15 വർഷത്തെ കണക്കെടുത്താൽ സ്വാഭാവികമായിട്ടും ഇടതുവിരുദ്ധ വികാരം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ ഗുണഭോക്താക്കളും കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെ ഒരു ഗുണഭോക്താവാൻ കോൺഗ്രസ് ശ്രമിക്കുകയും ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDPI പോലുള്ള വോട്ടുകൾ അവർക്ക് അനുകൂലമായി ക്രോഡീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ കാണുന്നൊരു ഇതുണ്ട്. അതുകൂടി തുറന്നു കാണിച്ചായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടാൻ പോകുന്നത്. അതിൻ്റെ കൂടി റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. 2, ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച്, ഇപ്പോഴത്തെ കൊള്ളയെക്കുറിച്ചാണ്, ഇപ്പോൾ പോയ സ്വർണത്തെക്കുറിച്ചാണ് ചർച്ച. എന്നാൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതല്ല. കോൺഗ്രസിൻ്റെ കാലഘട്ടം മുതൽ ഈ നാട്ടിൽ നടന്ന എല്ലാ അഴിമതികളും BJP ഇനി തുടർ ദിവസങ്ങളിൽ തുറത്തു കൊണ്ടുവരും. അതെല്ലാം BJPക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് ഇനി നമുക്ക് കാണാവുന്നതാണ്.